ഹലോ, ഇന്ന് ഈ സ്റ്റോൺ വെച്ചിട്ട് ഒരു മാലയും ബ്രേസ്ലെറ്റും ഉണ്ടാക്കാം. പേളെടുത്തിട്ടുണ്ട്, ഗോൾഡൻ്റെ ചെറിയ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഗിയർ വയർ കട്ട് ചെയ്തിട്ട് രണ്ട് മടക്കായിട്ടാണ് എടുത്തുള്ളത്. ലെയറായിട്ട് കിടക്കണ മാലയാണ് ചെയ്യണത്. ആദ്യം ഇതിൽ ഒരെണ്ണത്തിലേക്ക് സൈഡ് റിങ്ങാണ് ഇട്ട് കൊടുക്കുന്നത്. രണ്ടും ഒരുമിച്ച് പിടിച്ചിട്ട് ഒരു വൈറ്റ് ബീഡ് കോർത്ത് കൊടുക്കാം. ഇങ്ങനെ കിട്ടും. ഇനി ഓരോന്നെടുത്തിട്ട് രണ്ട് വെവ്വേറെ എടുത്തിട്ട് വേണം കോർത്ത് കൊടുക്കാൻ. രണ്ടിലും ഓരോ വൈറ്റ് ബീഡ് കോർത്ത് കൊടുക്കാം. അതിനുശേഷം ഓരോ ഗോൾഡിൻ്റെ ബീഡ് കോർക്കാം. വീണ്ടും വൈറ്റ് ഗോൾഡ് അങ്ങനെ ആവശ്യത്തിന് കോർത്തെടുക്കാം. ഒരു 10 വൈറ്റ് ബീഡും 10 ഗോൾഡിൻ്റെ ബീഡും കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്റ്റോണാണ് കോർക്കേണ്ടത്. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഹോളുണ്ട്, അത് കൂടെ കോർത്തെടുക്കാം. ഇങ്ങനെ കോർത്തെടുക്കാം. ഇനി വീണ്ടും രണ്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് വൈറ്റ് ബീഡ് കോർത്ത് കൊടുക്കുക. ഇനി വീണ്ടും ഇതേപോലെ തന്നെ വൈറ്റും ഗോൾഡും 10 എണ്ണമാക്കിയിട്ട് കോർത്തെടുക്കാം. പത്തെണ്ണം കോർത്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റോണ് കോർത്തെടുക്കാം. ഇങ്ങനെ ഇത് ആവശ്യത്തിന് നീളത്തിന് കോർത്തെടുക്കാം. ആവശ്യത്തിന് നീളത്തിന് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ട് ഗിയർ വയറിൽ കൂടി ഒരു വൈറ്റ് ബീഡ് കോർത്തെടുക്കാം. ഫസ്റ്റിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്തുള്ളത്. അങ്ങനെ മാല കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റും ഗിയർ ലോക്ക് ഇട്ടിട്ട്
സൈഡ് റിങ് ഇട്ട് ലോക്ക് ചെയ്തിട്ടുണ്ട്. ത്രെഡാണ് ഇട്ട് കൊടുക്കുന്നത്. ബാക്ക് ചെയിനോ ബാക്ക് ത്രെഡോ എന്താണെന്ന് വെച്ചെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇതിന് ഇതാ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മാല ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. സെൻറ്ററിൽ ഈ സ്റ്റോണ് വരുന്ന ഇതിലായിട്ടാണ് ഉണ്ടാക്കിയുള്ളത്. ചോക്കർ പോലെയൊക്കെ ആയിട്ടാണ് ഈ മാലയൊക്കെ എടുക്കുന്നത്. നല്ല ഭംഗിയായിട്ട് എടുക്കുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.